ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു 2.5 കിലോയുടെ ഒരു വാഞ്ചോ കേക്കിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കേക്കും കാര്യങ്ങളൊക്കെ ബേക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ക്രീമൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതിനുശേഷം നമ്മളെ വൈറ്റ് കോമ്പൗണ്ടും വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് ഒരു ചോക്ലേറ്റ് ഗനാഷാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ട് വെച്ച് ഒരു ഗനാഷ് ഉണ്ടാക്കി. അങ്ങനെ ഫില്ലിങ്ങിനായിട്ട് ഗനാഷും പിന്നെ ചോക്കോ ചിപ്സും കാര്യങ്ങളൊക്കെയാണ് ഫില്ലിങ്ങിനായിട്ട് കൊടുത്തത്. അങ്ങനെ കേക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ പോപ്സ്, സിക്കിൾസ്, ഡോനട്ട്സ്, കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നൊരു ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഓർഡറും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഓൾറെഡി ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസൈനിൽ നമുക്ക് കളർ ഷെയ്ഡ് മാറ്റി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ബർഗണ്ടി കളറാണ് കൊടുക്കാൻ പറഞ്ഞത്. ബർഗണ്ടിയും ഓഫ് വൈറ്റും കൂടെയാണ് കൊടുക്കാൻ പറഞ്ഞത്. താഴത്തെ തട്ടിന് ബർഗണ്ടി കളറും ടോപ്പ് ലെയറിന് ഓഫ് വൈറ്റ് കളറാണ് ഇവർ ചെയ്യാനായിട്ട് പറഞ്ഞത്. അങ്ങനെ അതുപോലെ തന്നെ ചെയ്തു. അതിനുശേഷം കേക്കൊക്കെ സെറ്റ് വെച്ചതിന് ശേഷം പിന്നെ ഡോണറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചത്. മാവും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കുഴച്ച് റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ മാവ് ഒന്ന് സെറ്റായതിനു ശേഷം ഡോണറ്റ്സും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അതെല്ലാം പൊരിച്ചെടുത്തു. പിന്നെ അതിന് ശേഷം സിക്കിൾസിനും പോപ്സിനും വേണ്ടിയിട്ട് 1 കിലോയുടെ ഒരു ബാറ്ററാണ് റെഡിയാക്കിയത്. അതായത് 5 പോപ്സും 5 സിക്കിൾസിനും വേണ്ടി 1 kg വാനില കേക്കാണ് സെറ്റ് ചെയ്തെടുത്തത്. അതിനകത്ത് മിൽക്ക് മെയ്ഡും കൊണ്ട് ഒഴിച്ചാണ് നന്നായിട്ട് കുഴച്ചെടുത്ത് പിന്നെ പോപ്സിൻ്റെ സിക്കിൾസിൻ്റെ മോൾഡിൽ റെഡിയാക്കി എടുത്ത് പോപ്സ് അല്ലാതെ തന്നെ നമ്മൾ കയ്യിൽ വെച്ച് ബോൾസാക്കി റെഡിയാക്കി. പിന്നെ അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റാണ് മെൽറ്റ് ചെയ്തത്. അതായത് ഗനാഷ് അല്ലാതെ വൈറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്ത് അതിനുശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പോപ്സും സിക്കിൾസും റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് വൈറ്റ് കോമ്പൗണ്ട് ഇതുപോലെ റെഡിയാക്കി എടുത്ത് പിന്നെ അതിനുശേഷം അതിന് തിക്നെസ് ലെയർ കൊടുത്ത് അതെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചു. പിന്നെ അതിനുശേഷം എന്ന് വെച്ചാൽ കുറച്ച് ഫോണ്ടൻ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തന്ന ഡിസൈനിൽ ഒരു ചെറിയൊരു ഡോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോള് നമ്മൾ ചെയ്യണമായിരുന്നു. അത് ഷോപ്പിലൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഡോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോളും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഈ കപ്പ് കേക്കിലും ഡോനറ്റ്സിലും എല്ലാത്തിനും ആ ഒരു ബർഗണ്ടി ഷെയ്ഡ് തന്നെയാണ് നമ്മൾ കൊടുത്തത്. കുറച്ച് ഷുഗർ ബോൾസും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഡോളിലേക്ക് വന്നത്. അങ്ങനെ ഡോളൊക്കെ റെഡിയാക്കി വെച്ചു. ഇതാണ് എൻ്റെ ഡോള്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡോള് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. കസ്റ്റമറിന് അയച്ചു കൊടുത്തപ്പോഴത്തേന് അവർ പറഞ്ഞു പ്രശ്നമില്ല, ക്ലിയർ, കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അതിന് ശേഷം കേക്കും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാക്ക് ചെയ്ത് വെച്ചു. സ്റ്റാക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഫോക്സ് ബോൾസും കാര്യങ്ങളൊക്കെ വെക്കണമായിരുന്നു. അങ്ങനെ അത് സിൽവറിനും ഗോൾഡൻ കളറിലെ ഫോക്സ് ബോൾസൊക്കെയാണ് ഞാൻ ക്ലിയർ ആക്കി വെച്ചത്. അതൊരു ഗ്ലിറ്ററിങ് ഉള്ള ടൈപ്പാണ് ഞാൻ വെച്ചത്. അപ്പോൾ കേക്കൊക്കെ സ്റ്റാക്ക് ചെയ്തതിന് ശേഷം കുറച്ച് 5 കപ്പ് കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തലേന്ന് തന്നെ ബേക്ക് ചെയ്ത് വെച്ചു. അതിനകത്ത് ബർഗണ്ടി ഷെയ്ഡിൽ തന്നെ കുറച്ച് ഫ്ലവേഴ്സാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം കുറച്ച് ഫോണ്ടൻറ്റിൽ കുറച്ച് ഡസ്റ്റ് എവാപ്പറേറ്ററിൽ ഡസ്റ്റ് റെഡിയാക്കി അതിനകത്തൊന്ന് ചെയ്ത് കൊടുക്കണമായിരുന്നു, ഗോൾഡൻ ഡസ്റ്റ്. അങ്ങനെ പിന്നെ കുറച്ച് സ്റ്റാർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം കേക്കിന് ചെറിയൊരു ബോർഡർ കൊടുത്തു. പിന്നെ നമ്മളെ ഡോളൊക്കെ ഇതായിരിക്കുന്നു. അതിനുശേഷം എല്ലാം എടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കായിരുന്നു. കസ്റ്റമൈസ് ടോപ്പറായിരുന്നു ചെയ്തത്. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ, കുഞ്ഞിൻ്റെ പേര് വെച്ച് തന്നെയാണ് ടോപ്പർ ചെയ്യാനും പറഞ്ഞത്. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു. പിന്നെ കേക്കിൽ സ്റ്റാക്ക് ചെയ്താണ് കൊടുത്തത്. നമ്മൾ ഗ്ലിറ്ററിങ് ടൈപ്പുള്ള ഫോക്സ് ബോൾസാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് തന്ന ഡിസൈനിൽ വേറെ കളർ കോമ്പിനേഷനിലായിരുന്നു. അത് മൊത്തം ഫോണ്ടൻ്റ് വർക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ഇങ്ങനെ ഫോണ്ടൻ്റ് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, എന്തായാലും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയാൽ മതി, എങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ എല്ലാം അതിൽ സെറ്റ് ചെയ്തൊക്കെ കൊടുത്തു. പിന്നെ ഒന്നിൻ്റെ ടോപ്പർ എനിക്ക് കിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 4ൻ്റെ ടോപ്പർ ഞാൻ ഒന്നാക്കി വെട്ടി സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കുറേ നുറുക്ക് വഴികളൊക്കെ ചെയ്തിട്ടാണ് കേക്ക് ഇങ്ങനെ ആക്കി എടുത്തത്. പക്ഷേ ഡോളിനൊരു ചെറിയ ചരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പിന്നെ പ്രശ്നമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഹാപ്പിയായിരുന്നു.
അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ ഡോണറ്റ്സും കപ്പ് കേക്കും പോപ്സും സിക്കിൾസും എല്ലാം റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചു. അപ്പം ഫൈനലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ ഫ്രണ്ട്സ്.